Hi guys, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫുൾ ബോഡി വൈറ്റനിങ് ആൻഡ് ബ്രൈറ്റനിങ് വേണ്ടിയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ലോഷൻ ആയിട്ടാണ്. ഈ ഒരു ഹോം മെയ്ഡ് ലോഷൻ ഞാൻ രണ്ട് രീതിക്കാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഒരെണ്ണം നമുക്ക് പുറത്ത് വെച്ചുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും, മറ്റൊരെണ്ണം നമുക്ക് ഫ്രിഡ്ജിൽ വേണം ഇത് സ്റ്റോർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലുള്ള ഒരു ഹോം മെയ്ഡ് ലോഷനായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുത്തു എന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു കപ്പ് കാച്ചാത്ത പാല് വേണം. പിന്നെ വേണ്ടത് കോൺഫ്ലവറിൻ്റെ പൗഡറാണ്, നമ്മുടെ ചോളപ്പൊടി, അത് 1 ടീസ്പൂണ്. അപ്പോൾ ഈ ഒരു പാലെന്ന് പറയുന്നത് നമുക്ക് പശുപാലായാലും കുഴപ്പമില്ല, പാക്കറ്റ് പാലായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു കോൺഫ്ലവറിൻ്റെ പൊടിക്കകത്ത് നമ്മൾ ഈ ഒരു പാല് കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെക്കുകയാണ്. കട്ട കെട്ടാതെ മിക്സാക്കി വെക്കുക കേട്ടോ. ഇത് അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ഈ ഒരു പാല് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. തിളപ്പിക്കരുത്, ജസ്റ്റ് നന്നായി ചൂടായി വരണം. നമ്മുടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതങ്ങ് ചൂടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് അങ്ങ് ചൂടായി ഒന്ന് വരണോട്ടെ കേട്ടോ. ഇപ്പോൾ പാല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. തിളപ്പിച്ചെടുത്തിട്ടില്ല, നമ്മൾ നല്ലവണ്ണം ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കോൺഫ്ലവറിൻ്റെ കൂട്ടത്തിനകത്തേക്ക് കുറേശ്ശായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കട്ട കെട്ടാതെ നമ്മുടെ കൈ എടുക്കാതെ നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഒരല്പം നേരം ഇങ്ങനെ ചെയ്തെടുക്കുക. നന്നായിട്ടും നമ്മുടെ ഒരു കൂട്ടും ഈ ഒരു പാലും കൂടി നല്ല തിക്കാവുന്ന സമയം നേരം കൊണ്ട് നമുക്ക് ഈ ഒരു ഗ്യാസിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിടാം. ഇനി നമുക്കൊരു കൂട്ടിന് നല്ലവണ്ണം തണുക്കാനായിട്ട് സമയം കൊടുക്കാം. തണുത്തതിന് ശേഷം ഒട്ടും തന്നെ നനവില്ലാത്ത ഒരു ബൗളിനകത്തേക്ക് നമുക്കിതങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല ക്രീമി ടെക്സ്ചറിലായിട്ട് നമുക്ക് ഈ ഒരു കൂട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല, പാലും കോൺഫ്ലവറിൻ്റെ പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ കണ്ടില്ല, നല്ല ക്രീമി ടെക്സ്ചറിലായിട്ട് നമുക്ക് ഈ ഒരു കൂട്ടിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിൽ 1 ടീസ്പൂൺ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആൽമണ്ട് ഓയിലിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. 1 എന്നുള്ളത് 2 ടീസ്പൂൺ വരെ ആകാം കേട്ടോ. ഓയിലി സ്കിൻ ആണെങ്കിൽ 1 ടീസ്പൂൺ മതി. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിലും ഇതേപോലെ തന്നെ ഞാനിപ്പോൾ 1 ടീസ്പൂണോ ചേർക്കുന്നുള്ളൂ. ഡ്രൈ സ്കിന്നുകാർക്ക് 2 ടീസ്പൂൺ മുതൽ 3 ടീസ്പൂൺ വരെ ഉപയോഗിക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എസെൻഷ്യൽ ഓയിലാണ്. റോസിൻ്റെ എസെൻഷ്യൽ ഓയിലാണ്. എസെൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് എന്നൊക്കെ പറയാം. അപ്പോൾ അതാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഫ്രാഗ്രൻസ് നമ്മുടെ സ്കിന്നിന് ചേരുന്ന ആളല്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും നിങ്ങൾക്ക് അലർജിക്കുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ട കാര്യമില്ല കേട്ടോ. വെറും ഒരു ഓപ്ഷണലായിട്ട് ഞാനിത് പറയുന്നത്, ഒട്ടും തന്നെ നിർബന്ധമില്ല. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് നമുക്ക് ഈ ഒരു പാലിൻ്റെ ആ ഒരു സ്മെല്ല് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എസെൻഷ്യൽ ഓയിൽ, നമ്മുടെ ഈ ഒരു ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് 1 തുള്ളിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിതൊരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിനകത്തേക്ക് ഇതങ്ങ് സ്റ്റോർ ചെയ്യണം. നമുക്കിത് ഫ്രിഡ്ജിൽ വേണം ഇത് സ്റ്റോർ ചെയ്യാനായിട്ട്. ഒരു 10 ദിവസം വരെ നിൽക്കത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചീത്തയായപ്പം വീണ്ടും നമ്മൾ പുതിയതായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിത് ബോട്ടിലിനകത്ത് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നമ്മുടെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം, ഇതിൻ്റെ ആ ഒരു എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഭയങ്കര സ്റ്റിക്കി ആയിട്ടോ അല്ല ഗ്രീസി ആയിട്ടോ ഓയിലി ആയിട്ടോ ഒന്നും ഇരിക്കില്ല. നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കട്ടെ. നമ്മൾ ആലോവേറ ജെല്ലൊക്കെ നമ്മൾ എങ്ങനെ ഫേസിലിട്ടാൽ കുറച്ച് നേരം കൊണ്ട് ഡ്രൈ ആയി പോകത്തില്ല, അതുപോലെ തന്നെയാണ് ഈ ഒരു പരിപാടി കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് ഡ്രൈ ആവുന്നതിൻ്റെ പേരിൽ നമുക്കിത് കഴുകി കളയേണ്ട കാര്യമില്ല. രാത്രി അപ്ലൈ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ കഴുകി വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്രാഗ്രൻസ് ചേർത്തിട്ടുണ്ട്. ഇനി ഫ്രാഗ്രൻസ് ചേർക്കാത്തവർക്ക്, അത് അലർജിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു പാലിൻ്റെ മണം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് രാത്രി കിടക്കുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുമ്പ് ഇതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുക, എന്നിട്ട് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. പിന്നെ എനിക്ക് വീണ്ടും ഒരു കാര്യം പറയാനുള്ളത്, ഫ്രാഗ്രൻസ് ഒട്ടും നമ്മുടെ സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരാളല്ല ഈ ഒരു ഫ്രാഗ്രൻസ്. ഈ ഒരു ഫ്രാഗ്രൻസ് ശരിക്കും ചോദിച്ച് മേടിക്കുന്ന നമ്മുടെ മൂക്കിനാണ് നമുക്ക് ശരിക്കും ഈ ഒരു മണം വേണമെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ സ്കിന്നിന് ഒരിക്കലും നമ്മളോട് ചോദിക്കുന്നില്ല ഫ്രാഗ്രൻസ് വേണം, നമ്മുടെ മൂക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു എസെൻഷ്യൽ ഓയിലും ഫ്രാഗ്രൻസ് ഒക്കെ ഓപ്ഷണൽ മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ മാത്രം ചേർക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഈ ഒരു ഹോം മെയ്ഡ് ലോഷൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ വെച്ച് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല, പുറത്ത് വെച്ചുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ലോഷൻ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്ന് നോക്കാം. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒട്ടും തന്നെ നനവില്ലാത്ത ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ ഒലീവ് ഓയിലും 2 ടീസ്പൂൺ ആൽമണ്ട് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, രണ്ടും ഈക്വലായിട്ട്. ഇനി വേണ്ടത്, നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ സി ടോണർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഓറഞ്ചിൻ്റെ പീല് വെച്ചുകൊണ്ട് ഉണ്ടാക്കിയുള്ള ഒരു സിറോ ആയിരുന്നു. അപ്പോൾ ആ ഒരു സിറത്തിൽ ഞാനിവിടെ ജെല്ലാക്കിയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ ഒരു സിറോ, നിങ്ങളുടെ കയ്യിൽ ആ ഒരു സിറോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആ ഒരു ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ആ ഒരു സിറം വെച്ചുകൊണ്ട് നമ്മളൊരു ജെല്ല് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ജെല്ലാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്.
ആ ഒരു സിറം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. ഇനിയിപ്പോൾ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അത് ഇതിനകത്തേക്ക് ഒരു കുഞ്ഞു സ്പൂണിൽ അങ്ങ് ചേർത്ത് കൊടുത്തേച്ചാൽ മതി കേട്ടോ, ഈ ഒരു സിറത്തിൻ്റെ പകരം. ഇനി ഇത് രണ്ടിൽ കൂടുതൽ വേറൊരു ഓപ്ഷനും ഇല്ല. ഒന്നില്ലെങ്കിൽ ഈ ഒരു ഫൈനായിട്ട് പൊടിച്ചൊരു ഓറഞ്ചിൻ്റെ പൗഡർ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വൈറ്റമിൻ സി ടോണർ കേട്ടോ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കറ്റാർവാഴയുടെ ജെല്ലാണ്, ആൽവേറ ജെല്ലാണ്. അതും കൂടി ഇതിനകത്തേക്ക് ഞാൻ 2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ചേർക്കണേക്ക് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ സി ടോണർ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ പൗഡർ ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പോൾ ആ ഉപയോഗിക്കുന്ന രീതി ഞാൻ പറഞ്ഞെന്നില്ല. ഓറഞ്ചിൻ്റെ പൗഡർ ഒരു കുഞ്ഞു സ്പൂണിൽ എടുക്കുക, എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ കൂടി എടുക്കുക. ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു കൂട്ടിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റോസ് വാട്ടർ ആണ്. അതും നമ്മുടെ ഹോം മെയ്ഡ് റോസ് വാട്ടർ ആണ് കേട്ടോ. ഇത് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള റോസ് വാട്ടർ ആണ്. ഈ ഒരു ബോട്ടിൽ കണ്ട ആരും തന്നെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ ഈ ഒരു റോസ് വാട്ടറിനെ കുറിച്ചും ആലോവേര ജെല്ലിനെ കുറിച്ചൊന്നും അറിവില്ലാത്തപ്പോൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള റോസ് വാട്ടറിൻ്റെ ബോട്ടലും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ബോട്ടലിനകത്താണ് നമ്മളിത് സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇതിനകത്തുള്ള റോസ് വാട്ടർ നമ്മൾ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള റോസ് വാട്ടറാണ്. അപ്പോൾ അത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഞാനിങ്ങനെ പറയാൻ കാരണം നമ്മുടെ വീഡിയോയ്ക്കകത്ത് കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു റോസ് വാട്ടറിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യണം. നമ്മളിത് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള റോസ് വാട്ടറാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ നല്ലൊരു രീതിക്കുള്ള റോസ് വാട്ടർ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നല്ല രീതിക്ക് എങ്ങനെ ഒരു ആലുവേറ ജെല്ല് തിരഞ്ഞെടുക്കാം എന്നതിനെ കുറിച്ചുള്ളൊക്കെ പോസ്റ്റ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ റോസ് വാട്ടറും കൂടി ചേർത്ത് നല്ലവണ്ണം ഈ ഒരു കൂട്ടിന് മിക്സാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഈ ഒരു കൂട്ടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പുറത്ത് വെച്ചുകൊണ്ട് ഉപയോഗിക്കാം കേട്ടോ. ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല. നമുക്കിത് പുറത്ത് വെച്ച് 1 മാസം വരെ ഉപയോഗിക്കാം കേട്ടോ. 1-1.5 മാസം വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതുപോലെ പുതിയത് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കേണ്ടി വരും. ഇതും നമ്മുടെ ഫേസിലും ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കളയേണ്ട കാര്യമില്ല. നമുക്കിത് രാത്രി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. രാത്രി ചെയ്തതിന് ശേഷം പിറ്റേന്ന് രാവിലെ കളയുന്നതായിരിക്കും നല്ലത്. നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ക്രീം വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് രാത്രി ഉപയോഗിക്കാം, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഏതാണോ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സൗകര്യപ്രദം ആ രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.